എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു താങ്കൾ ശ്രമിച്ചാൽ ഞാൻ മേടിപ്പിക്കും. ഉം. അവസാനം ഒരാഴ്ച സെൻട്രലൊന്നും വന്നെ കേട്ടോ. ഉം. കഴിഞ്ഞ വർഷം ഞാൻ തന്നോടൊക്കെ പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത് വന്ന് പഠിക്കുക, എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നു. കേൾക്കുവോ? എവിടെ? സോ ഈശ്വര, പുതിയ ചാപ്റ്ററാണ്. പിള്ളേരെ നോക്കിക്കോണേ. യൂണിറ്റ് നമ്പർ 10, വേവ് ഒപ്റ്റിക്സ്. ഇപ്പം നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത് റേ ഒപ്റ്റിക്സ് ആയിരുന്നു അല്ലേ? റേ ഒപ്റ്റിക്സിൽ നമ്മൾ റിഫ്ലക്ഷൻ പഠിച്ചു, റിഫ്രാക്ഷൻ പഠിച്ചു. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്നായിരുന്നു? ദ ഇൻസിഡന്റ് റേ, നോർമൽ ആൻഡ് ദ reflection ray are in same plane and angle of incidence is equal to angle of reflection. Angle of incidence is equal to angle of reflection. And for refraction, the law states the Snell's law, and sin I divided by sin R is equal to n2 divided by n1, where n2 is the refractive index of the second medium, n1 is the refractive index of the first medium. These all things are derived on the basis of particle nature of light. അപ്പൊ ഇപ്പോഴത്തെ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്നായിരിക്കും? ഇപ്പോഴത്തെ ചാപ്റ്ററിന്റെ പേരെന്നായിരിക്കും? വേവ് ഒപ്റ്റിക്സ്. അപ്പൊ നമ്മൾ പറയുന്ന നമ്മളുടെ ലൈറ്റ് എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, നമുക്ക് +2 തന്നെ പഠിക്കാം. അതുപോലെ തന്നെ വേറൊരു ചാപ്റ്റർ ഉണ്ട്, ഡ്യുവൽ മാറ്റർ ആൻഡ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അവിടെ ഉണ്ട്. ഇതിന്റെ പ്രത്യേകതകൾ എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ എന്നാണ് പറയുന്നത്? ലൈറ്റ് ഒരു വേവ് ആണ്. ഇതിന് തൊട്ട് മുമ്പിൽ എന്നാണ് പറഞ്ഞത്? ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണ്. സോ ദിസ് ഡീൽസ് വിത്ത് ദ വേവ് നേച്ചർ ഓഫ് ദ ലൈറ്റ്. വേവ് നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡി ബ്രോഗ്ലി ആണ് ഈ ഹൈപ്പോത്തസിസ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Based upon the de Broglie hypothesis, lambda is equal to or greater than or equal to h by p, where h is the Planck's constant and p is the momentum. So അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അല്ലെ വേവ് നേച്ചർ അനുസരിച്ച് നമുക്കറിയാം ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇപ്പോൾ എക്സ് ഡയറക്ഷനിലാണ് നമ്മളുടെ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയ വൈ ഡയറക്ഷനിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, ഇസഡ് ഡയറക്ഷനിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. എക്സ്, വൈ, ഇസഡ്. സോ ഇവിടെ നമ്മളപ്പോൾ എങ്ങനെ പറയും? ലൈറ്റ് ഹാസ് വേവ് നേച്ചർ. സോ ദ പ്രിൻസിപ്പിൾസ് ഓർ ദ ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന പോലെ തന്നെ the interference, refraction, basically these two are derived on the basis of the wave nature of the light. So ipo namakku manasilayi lightine dual nature undu. It has both particle nature. Particle nature nathana nammal parayunnathu it is a packet of energy. അതിനെ നമ്മൾ വിളിക്കും വൺ ക്വാണ്ട. അതിൻ്റെ പേരാണ് ഫോട്ടോൺ. വേവ് ആകുമ്പോൾ നമ്മൾ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് അനുസരിച്ച് പറയുകയാണ് ലാംഡ ഈക്വൽ ടു h by p ഉള്ള
ഒരു വേവ് ആണ് നമ്മുടെ ലൈറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ലൈറ്റ് ഹാസ് ഡ്യുവൽ നേച്ചർ, ബോത്ത് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. ഇതാണ് ഇതിനകത്ത് ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. മനസ്സിലായല്ലോ? ഹലോ. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഇപ്പം നമ്മളുടെ അതായത് സ്റ്റേറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലും CBSEയുടെ ഒഴിവാക്കാത്ത ടോപ്പിക്കിലുമുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഹെഡിങ് ആണ് ഹൈജീൻസ്. HUYGENS. സയൻറ്റിസ്റ്റ് ആണ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇപ്പം ഹൈജീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആലോചിച്ചു എങ്ങനെയാണ് ഈ വേവ് ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളുടെ വീടിൻ്റെ വാതിൽ, ഡോറ്, എക്സാമ്പിൾ വെച്ചൊക്കെ ചോദിക്കുന്നതെങ്കിൽ ശരിയാരും ശ്രദ്ധിച്ചോണം. ഡോറ് നമ്മളുടെ പകുതിയെ തുറന്നിട്ടിട്ടുള്ളതെന്ന് നോക്കുക. ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. പക്ഷെ എന്നാ പറ്റും, നമുക്ക് ആ റൂമിൽ ഫുള്ളായിട്ട് നമുക്ക് വെട്ടം കിട്ടും അല്ലേ? ആ റൂമിൽ ഫുള്ളായിട്ട് നമുക്ക് ലൈറ്റ് കിട്ടും. ആക്ച്വലി ഈ ഒരു ഫിനോമിനയാണ് ശരിക്കും ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ഒന്നിൽ കൂടുതൽ ഓപ്പണിങ്ങിലൂടെ അല്ലെ ഹോളിലൂടെ നടന്ന് അല്ലെ എഡ്ജിലൊക്കെ തട്ടി ഒരുമിച്ച് ചേർന്ന് അവ തമ്മിൽ കൂടിച്ചേർന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർഫറൻസ്. അപ്പൊ എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഹൈജീൻ. അദ്ദേഹം ഹൈജീൻസ് പ്രിൻസിപ്പിൾ വെച്ചാണ് അത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ഇതായിരുന്നു: നമ്മളുടെ കയ്യിൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ആ ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വേവ് ഫ്രണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. പുറത്തേക്ക് വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. വേവ് ഫ്രണ്ട് 3 തരമുണ്ട്. ഇപ്പം നമ്മൾ നേരെ പോകുന്ന ഒരു ലൈറ്റാണ് ലീനിയർ വേവ് ഫ്രണ്ട്. ഒരു പ്ലെയിനിലൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മളതിനെ പ്ലെയിൻ വേവ് ഫ്രണ്ട് പറയും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ വരച്ച പോലെയാണെങ്കിൽ ഒരു സർക്കുലർ വേവ് ഫ്രണ്ട് പറയും. കൃത്യം നടുക്ക് ഒരു സോഴ്സ് വെച്ചാൽ എല്ലാ വശത്തേക്കും വട്ടത്തിൽ പോകും. ശരിയല്ലേ? അതിനെയാണ് ഒരു സർക്കുലർ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കുലർ വേവ് ഫ്രണ്ടിന്റെ നടുക്കുന്ന് എല്ലാ വേവുകളും ഇങ്ങനെ സർക്കുലർ ആയിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ അദ്ദേഹം പറയുവാണ്, ഇങ്ങനെ പോകുന്ന സർക്കുലർ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുകളും സെക്കൻഡറി വേവ്ലെറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അല്ലെ ഇവനെ ഞാൻ പ്രൈമറി എന്ന് വിളിച്ചു നോക്കുക, പറഞ്ഞത്. അതായത് ഇവൻ വേണ്ട. അപ്പൊ അത് പ്രൈമറി. അതായത് ഇതായിരുന്നു നമ്മുടെ പ്രൈമറി വേവ് ഫ്രണ്ട്. ഏതായിരുന്നു? പ്രൈമറി വേവ് ഫ്രണ്ട്. ശ്രദ്ധിച്ചോണം, വാക്കൊക്കെ തെറ്റിപ്പോയി മൊത്തം തെറ്റിപ്പോകും. പ്രൈമറി വേവ് ഫ്രണ്ട്. പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുകളും എല്ലാം കൂട്ടിച്ചേർത്ത് വരയ്ക്കുക. എവിടെ എടുത്താലും എല്ലാം എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? സെക്കൻഡറി വേവ്ലെറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡറി വേവ്ലെറ്റ്സിനെ, അതാണ് അതിൻ്റെ പേര്. ഇങ്ങനെ പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്ന് ഓരോന്നും വീണ്ടും സർക്കുലർ ആയിട്ട് തുടങ്ങുന്ന ആ സർക്കുലർ വേവ് ഫ്രണ്ടിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി വേവ്ലെറ്റ്. ഇനി നോക്കിക്കേ, ആ സെക്കൻഡറി വേവ്ലെറ്റിന്റെ ഇവിടെ ഇങ്ങനെ ചേർത്താൽ വേറൊരു സർക്കിൾ ആവുമല്ലോ. അതെ, സർക്കിൾ വരച്ചു. സർക്കിൾ ആയില്ലല്ലോ, വേറെന്തോ. ഇപ്പൊ കണ്ടോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി വേവ് ഫ്രണ്ട്.
സെക്കൻഡറി, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ, സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്കൊരു സ്പെറിക്കൽ അല്ലെങ്കിൽ സർക്കുലാർ സോഴ്സ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ സർക്കുലാർ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അവിടുന്ന് ആദ്യം ഒരു സർക്കുലാർ വേവ് പുറത്തോട്ടിറങ്ങി, പുറത്തേക്ക് ഒരു വേവിങ് വന്നു. ആ വേവിന്റെ ഓരോ പോയിന്റുകളും വീണ്ടും അടുത്ത സർക്കുലർ വേവ്ലെറ്റുകളെ തരും. അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. അതിൻ്റെ ഏറ്റവും പുറത്തുള്ള സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ ഏറ്റവും പുറത്തുള്ള വരകളെ ചേർത്ത് വരച്ചാൽ നമ്മൾ പറയുന്നതാണ് സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്ന് പറയും. ഇനി എന്നാ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിലെ ഓരോ പോയിന്റുകളും വീണ്ടും സർക്കുലർ വരും. ഇങ്ങനെ ലൈറ്റുകൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വേവ് മോഷൻ ആയിട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ഈ പ്രിൻസിപ്പിളിനെയാണ് ആക്ച്വലി നമ്മൾ ഹൈജീൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഹൈജീൻസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ്, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാം, ഈച്ച് പോയിന്റ് ഓഫ് ലൈറ്റ്, ലോക്കസ് ഓഫ് പോയിന്റ് എന്നൊക്കെ പറയും, ഈച്ച് പോയിന്റ് ഓഫ് primary wavefront produce secondary wavelets. The combination of secondary wavefront gives secondary wavelets, secondary wavefront by the continuous production of, by this continuous process, light move from one point to another in waveform. ഇതിപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു തന്ന സെൻറ്റൻസ് ആണ്, ഇതാണ് ശരി, നമ്മളൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു നടുക്കൊരു സോഴ്സ് ഉണ്ടെങ്കിൽ ആ സോഴ്സിലെ ഓരോ അതിന് ചുറ്റും എന്നാ പറ്റും, ആ സോഴ്സിന് ചുറ്റും സർക്കുലാർ വേവ് ഫ്രണ്ടുകൾ ഉണ്ടാകും. അതിനെ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയും. പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുകളും സെക്കൻഡറി വേവ്ലെറ്റ്സിനെ തരും. ഇനി സെക്കൻഡറി വേവ്ലെറ്റ്സിൽ ഓരോ പോയിന്റും എന്നാ ചെയ്യും, ടെർഷ്യറി അടുത്ത തരും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോയിന്റിൽ നിന്ന് അങ്ങേയറ്റത്ത് ഒരു പോയിന്റിലേക്ക് കൃത്യമായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒരു നദിയിലേക്കല്ല ഒരു കുളത്തിലേക്ക് ഒരു കല്ലിട്ട പോലെ അല്ലേ, ഇവിടെ കല്ല് വീണ് കഴിഞ്ഞാൽ നോക്കി ഇവിടുന്ന് റിപ്പിൾസ് ഉണ്ടാകും, ഇങ്ങനെ ഒരു റിപ്പിൾസ് ഉണ്ടാകും. ഇവിടെ ഇവരെല്ലാം ചേർന്ന് അടുത്ത റിപ്പിൾസ് ഉണ്ടാകും. ഇങ്ങനെ ഓളം പോകുന്ന പോലെ ഇങ്ങനെ അങ്ങ് പോകും. സോ the light moves in a wave nature or wave manner. That principle is called Huygens principle, and this chapter, wave optics, completely deals with the Huygens principle. That means the source of light produce primary wavefront. ആ ഒരു പോയിന്റോടെ ഇതിനു മുമ്പ് എഴുതാം. The source of light produce primary circular wavefront. Each point of the primary wavefront produces secondary wavelets. പിന്നെ അതിന് നമ്മൾ വരയ്ക്കുന്ന ഈ വര അവരെല്ലാം ചേർന്നുള്ളത്. The combination of the secondary wavelets gives the secondary wavefront. So and so. By this continuous process, light can move from one point to another in waveform. And ഈ ഫിഗർ വരച്ചു വെക്കണം. ഇതിനെ പ്രൈമറി വേവ് ഫ്രണ്ട് എന്നും ഇതിനെ സെക്കൻഡറി വേവ്ലെറ്റ് എന്നും. ഇതും സെക്കൻഡറി വേവ്ലെറ്റ് ആണ്, ഇതും സെക്കൻഡറി വേവ്ലെറ്റ് ആണ്.
ഇവരുടെ രണ്ടിൻ്റെയും പുറമേ വരയ്ക്കുന്ന ചേർത്ത് വരയ്ക്കുന്ന ഈ സർക്കുലർ പാത്ത് വരയ്ക്കുന്ന സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഇത് മൂന്നും വരച്ചെഴുതിയാൽ ഹൈജീൻ പ്രിൻസിപ്പിളിന്റെ മാർക്കും ഫിഗർ സഹിതം വലിച്ചാൽ ഫുൾ മാർക്കും കിട്ടും. കാര്യം പറഞ്ഞത് മനസ്സിലായോ? സോ നെക്സ്റ്റ് 2 ചോദ്യങ്ങൾ ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന സെക്ഷനായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി സർക്കാർ തന്നിട്ടുള്ള ചോദ്യമാണ് ലോ ഓഫ് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും. ലോ ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ലോ ഓഫ് റിഫ്ലക്ഷൻ using ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഇച്ചിരി പാടുണ്ട്, ശ്രദ്ധിച്ചിരുന്നു. ഞാൻ റിഫ്ലക്ഷൻ നടക്കേണ്ട ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തു. ലെറ്റ് ദിസ് ഈസ് ദ പ്ലെയിൻ എം എൻ. ഇതാണ് എൻ്റെ റിഫ്ലക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷൻ തെളിയിക്കാൻ പോകുന്നത്. അതായത് ആംഗിൾ ഓഫ് ഐ ഈക്വൽ ടു ആംഗിൾ ഓഫ് ആർ എന്ന് തെളിയിക്കണം. ആംഗിൾ ഓഫ് ഐ ഈക്വൽ ടു ആംഗിൾ ഓഫ് ആർ എന്ന് പ്രൂവ് ചെയ്തെടുക്കണം. ആ പ്ലെയിന് ഞാൻ എം എൻ എന്ന് പറയുന്ന പ്ലെയിൻ എന്ന് പേരിട്ടു. ഞാൻ പറയാണ് ഒരു വേവ് ഫ്രണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട്, അതായത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങ് വന്നിടിച്ച്, അതായത് അതിൻ്റെ വാക്കിതാ ഇവിടെ നിന്ന് ഇങ്ങ് വന്നിടിച്ച് ഇങ്ങനെ ഒരുമിച്ച് വന്ന് വീഴുക കേട്ടോ, അല്ലാതെ ഓരോ വരയും സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കില്ല. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇങ്ങനെ വന്ന് വീണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇത് വീണ് കഴിഞ്ഞാൽ എന്നാ പറ്റും? ഇവൻ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോവും. ഇവൻ ഇവിടുന്ന് എന്നാ പറ്റും? ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ശ്രദ്ധിച്ചോണം. അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് പോലെ നോർമൽ വരയ്ക്കാം. നോർമൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പാട്. കണ്ണും പോവും കയ്യും പോവും. ശ്രദ്ധിച്ച് നോക്കുന്നു. അതിൻ്റെ നോർമൽ വരച്ചു. ഒരു തരത്തിൽ ഞാൻ ഇതിൻ്റെ നോർമൽ വരച്ചു. ഡോട്ടഡ് ലൈൻ ഇതിനകത്ത് വേണ്ടത്. അപ്പം എനിക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇതാ ഇത്. അതിന് ഞാൻ ഒരു പേര് കൊടുത്തു, ട്രയാങ്കിൾ എ ബി സി. അതുപോലെ ഈ പോയ ലൈൻ ഏത്? ഇത് പോരെണ്ണം തെറ്റിപ്പോയല്ലോ. ഒരു സെക്കൻഡ്. ലോയോ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത്രയല്ലേ ശരിയുള്ളൂ. പക്ഷെ ലൈൻ മാറിപ്പോയതാ. ഇനി നമ്മൾ എന്നാ ചെയ്ത് ഇവിടുന്ന് 90 ഡിഗ്രിയിൽ ഇങ്ങോട്ടൊരു വര വരച്ചു. പറഞ്ഞുതരാം. ഏകദേശം 90 എന്ന് തോന്നുന്നു. അതിന് ഞാൻ എ ബി സി എന്ന് പറയുന്ന പേരിട്ടു. ഓരോന്നും ഓരോ കളറിലാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തരാം. ഓറഞ്ച് നിറത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇൻസിഡന്റ് റേസ്. ഇതും ഇൻസിഡന്റ് റേസ്. പിങ്ക് കളറിൽ ഇവിടുന്ന് തിരിഞ്ഞു പോയത് റിഫ്ലക്റ്റഡ് റേസ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഇത് ഒരു 90 ഡിഗ്രി വരുന്നത് പോലെ ഒരു റേ വരച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്തതിൽ നിന്നും 90 ഡിഗ്രി വരുന്ന പോലെ ഒരു റേ വരച്ചു, അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ചു. റേ അല്ല, ഒരു ലൈൻ വരച്ചു. അതിന് ഞാനൊരു പേര് കൊടുത്തു. ഇപ്പൊ എ ബി സി, അവിടെ ഡി എന്ന് പേര് കൊടുത്തു. അപ്പൊ നോക്കിയേ, നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഈ ട്രയാങ്കിൾ എ ഡി സി ഉണ്ടല്ലേ, ഒരു ട്രയാങ്കിൾ. പിന്നെ ഏതുണ്ട്? എ ബി സി ഉണ്ട്. ഇത് 90 ഡിഗ്രിയാന്ന് ഞാൻ പറഞ്ഞ്, ഇത് 90 ഡിഗ്രിയാന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതാണ് വന്ന് വീണ വേവ് ഫ്രണ്ട്. ഈ വന്ന് വീണ
അപ്പം എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് ഓൺ എ reflecting surface MN. ഇനി ഈ വന്ന ഇൻസിഡന്റ് റേയിൽ ഒരു പോർഷൻ ആണ് ഇത് എ ബി. എ ബി ഈസ് ദ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. മുമ്പേ പറഞ്ഞാൽ പ്രൈമറി വേവ് ഫ്രണ്ട്, സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന പോലെ വന്ന് വീഴുന്നു എന്നുള്ളതിന് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്ന് പറയും. ഈ പിങ്ക് ഇവൻ എങ്ങോട്ട് പിങ്കു, ഈ പിങ്കു ആണ് തിരിച്ചു പോയത്. അപ്പം സി ഡി, പിങ്ക് രണ്ടും യോജിപ്പിക്കുന്ന ലൈൻ സി ഡി ഈസ് ദ റിഫ്ലക്റ്റിംഗ് വേവ് ഫ്രണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കി, ട്രയാങ്കിൾ എ ഡി സി എടുക്കും ആൻഡ് ട്രയാങ്കിൾ എ ബി സി എടുക്കും. ഈ രണ്ട് ട്രയാങ്കിളിനും എ സി എന്ന് പറയുന്ന സൈഡ് കോമൺ അല്ലേ? രണ്ടിൻ്റെയും ഒരു വശം കോമൺ ആണ്. അതുപോലെ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. എ ഡി സിയിലെ ആംഗിൾ എ ഡി സി ഈക്വൽ ടു 90 ഡിഗ്രി, മറ്റതിലെ ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ രണ്ട് വശം, ഒരു വശവും രണ്ട് കോണും തുല്യമാണെങ്കിൽ ട്രയാങ്കിൾസ് ആർ സിമിലർ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്നാ പറയാം? അതിൻ്റെ ആംഗിളുകളും തുല്യമായിരിക്കും. ഇതാണെങ്കിൽ പിന്നെയുള്ള ഈ ആംഗിൾ, അതായത് ബി എ സി, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ആദ്യം നമ്മൾ എ ഡി സിയിൽ എഴുതി എ സി ഡി, ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ബി എ സി. ഇനി അത് എത്രയാണെന്ന് അറിയണം. ഇവിടെ നമുക്കറിയാം ഇതാണ് വന്നു വീഴുന്ന ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. Then റിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഇത് ഐ ആണെങ്കിൽ ഈ ആർ എന്ന് പറയണത് ഐ തന്നെയാണ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇത്രയും ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ അത്രയെന്ന് പറയണത് 90 മൈനസ് 2i. അങ്ങനെയെങ്കിൽ ഈ ആംഗിള് ഐ ആയി. മനസ്സിലായോ ഇപ്പൊ പറഞ്ഞ കാര്യം? നോട്ട് റിവൈൻഡ് അടിക്കാം. പോട്ടെ 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 പോട്ടെ. ഇത് ആംഗിൾ ഓഫ് ഐ ആണ്, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ലോ അനുസരിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. പൈ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ആർ തന്നെയാണ് ഐയും. അപ്പൊ പിന്നെ ഇതിന് വേണേ ഐ എന്ന് എഴുതാമെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ഇതെന്ന് പറയണത് ഇത്രയും വരുന്നത് 90 ആണെങ്കിൽ ഇതാ ഇത് ഏതെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. ഇതെന്ന് പറയണത് എത്രയായിരിക്കും? 90 മൈനസ് 2i. ഇത് ഐ ആണ്, ഇത് ഐ ആണ്. അപ്പൊ 2i. ഇത് മൊത്തം 90 ആണെങ്കിൽ മിച്ചമുള്ളത് 90 മൈനസ് 2i. ഏത്? ഈ ആംഗിൾ. ഈ ആംഗിൾ 90 മൈനസ് 2i ആണെങ്കിൽ ഏത്? ഇത്ര. ഇത് എത്രയായിരിക്കും പറയാവോ മീട്ടു?
ഹലോ മിട്ടുന് കേൾക്കാവോ? ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് പറയാവോ? കേൾക്കാം കേൾക്കാം. ഈ ആംഗിള് ഈ ആംഗിള് എത്രയാണെന്ന് അറിയാവോ? ഇത് ഐ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഇതിനെ ഐ എന്ന് എടുത്ത്. അപ്പൊ ഇത് രണ്ടോടെ കൂട്ടിയപ്പോ 2i കിട്ടി. ഇത് മൊത്തം എത്ര വന്നു? 90 ഡിഗ്രി ആണ്. 90 മൈനസ് 2i ആണ് ഇത്രയും. ഓക്കെ, 90 മൈനസ് 2i പ്ലസ് ഈ 90 അല്ലേ, മൊത്തം 180 അല്ലേ കിട്ടണ്ടേ? അപ്പൊ ഇവിടെ എത്രയുണ്ട്? 90 മൈനസ് 2i, ഇത് 90, 90 മൈനസ് 2i പ്ലസ് 90 പ്ലസ് സംതിങ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് പിന്നെയുള്ളത് ഇതാ ഇതും ഇതുവേ ഉള്ളൂ അല്ലേ? അല്ലേ, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്നാ പറയാം, ഇവിടെ 90 90 150 ആണെങ്കിൽ ഒരു പ്ലസ് 2i വരണം അല്ലേ, എന്നാലേ 150 ആവുള്ളൂ. ക്യാൻസൽ ആയി പോയാൽ 150 ആവും. അപ്പൊ 180 മൈനസ് 2i എന്ന് പറഞ്ഞെടുത്ത് ഐ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവനെ വേണേ ഐ എന്ന് എടുക്കുക, അല്ലെ ഐ ഈക്വൽ ടു 6 ആയതുകൊണ്ട് ഇവനെ 6 എന്ന് എടുത്താല് ആംഗിൾ എന്തേ ACD ഈക്വൽ ടു ഇതാണെങ്കിൽ ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ ഐ എന്ന് എഴുതത്തില്ലേ? അല്ലേ ലോ ഓഫ് റിഫ്ലക്ഷൻ. ഈ അവസാനം പറഞ്ഞ കാര്യം മാത്രമേ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ, ആ ആംഗിൾ എഴുതുന്നത്. അത് ഈ പറയുന്ന പോലെ മനസ്സിലാക്കി എടുക്കണം. ബേസിക്കലി നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. ഒരു ട്രയാങ്കിളിലെ മൊത്തം ആംഗിളുടെ സം 150 ആയിരിക്കും. ഒന്നുകൂടെ പറയുകയാണെ, ഇത് ഐ, അപ്പൊ ഇതും എത്രയായി? ആറാ പറഞ്ഞ ഇത് ഐ ആണെങ്കിൽ ഇതും ഐ ആയി. അപ്പൊ ഇത്ര എത്രയായി? 2i ആയി. ഇത് 90 ആണെങ്കിൽ ഇത്രയും 2i ആണ്. ഇതെന്ന് പറഞ്ഞാൽ 90 മൈനസ് 2i അല്ലേ? ഇനി പറയാണ് ഇതും 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 കൂട്ടിയ 180 ആണ്. അപ്പൊ ഇത് 90 മൈനസ് 2i ആണെങ്കിൽ ഇതും ഇതും കൂടെ ചേരുമ്പോ എത്ര കിട്ടണം? 180. ഇത് 90 മൈനസ് 2i, ഇത് 90 ഉണ്ട്. അപ്പം 90 മൈനസ് 2i പ്ലസ് 90 പ്ലസ് സംതിങ് ഈസ് ഈക്വൽ ടു 180. അപ്പൊ എത്രയാ അത് ആവുള്ളൂ? ഈ 2i ക്യാൻസൽ ചെയ്താലേ 180 ആവുള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടണം? എത്ര കിട്ടണം? 180. ആ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടണം? 2i കിട്ടണം അല്ലെ? നല്ല ക്യാൻസൽ ആയി പോളൂ. 2i കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഈ ആംഗിൾ, ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും തുല്യമാണ്. അപ്പൊ ഇതിനെ ഐ ഈക്വൽ ടു ഐ എന്ന് എഴുതാം. പക്ഷെ റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഐ ഈക്വൽ ടു ആംഗിൾ ഓഫ് ആർ എന്ന് എഴുതാൻ വേണ്ടി ഒരെണ്ണത്തിന് 6 എന്ന് കൊടുത്തു. സോ ആംഗിൾ ഓഫ് ആർ ഈക്വൽ ടു ആംഗിൾ ഓഫ് ഐ, ഓർ തലതിരിച്ച് എഴുതി പോയാൽ മതി. ഈ വശം ആദ്യം ഈ വശം രണ്ടാമത് എഴുതുവാണെങ്കിൽ ആംഗിൾ ഓഫ് ഐ ഈക്വൽ ടു ആംഗിൾ ഓഫ് ആർ. ദിസ് ഈസ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ ബേസ്ഡ് ഓൺ ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഈ പടം വരച്ച് ഇങ്ങനെ തെളിയിച്ചാൽ മാത്രമേ അത് ഹൈജീൻസ് പ്രിൻസിപ്പിളിന്റെ ലോ ഓഫ് റിഫ്ലക്ഷൻ ആവൂ. മനസ്സിലാക്കി എഴുതിയെടുത്തിട്ട് നിർത്തിക്കൂ, ഇത്രയും മതി. അടുത്തോടെ പഠിപ്പിച്ചാൽ നിങ്ങൾ കൺഫ്യൂഷനായി തല പൊട്ടിത്തെറിച്ചു. ഇതിനകത്ത് ആ ആംഗിൾ നല്ല വീതിയിൽ അകത്തി ഓരോ ആംഗിളും വരച്ചെടുക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ എങ്ങനെയാ പേര് കൊടുത്തതെന്നൊക്കെ. ഒന്നുമില്ല, ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് വീഴ്ത്തുക, തിരിച്ച് റിഫ്ലക്റ്റിംഗ്, രണ്ടിന് 90 ഡിഗ്രി വരയ്ക്കുക, തീർന്നു, പരിപാടി തീർന്നു. എന്നിട്ട് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് എഴുതുക, ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആണെന്ന് എഴുതുക. ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഐ ആർ, ആർ ഐ തന്നെയാണ്. അപ്പൊ 2i, പിന്നെ 90 വരുമ്പോൾ 90 മൈനസ് 2i, അപ്പുറം ഒരു 90 കിടപ്പുണ്ട്. 90 മൈനസ് 90യും പിന്നെ ഇവിടെ കിടക്കുന്ന രണ്ടെണ്ണം കൂട്ടുമ്പോൾ 150 കിട്ടണം. 90 മൈനസ് 2iയുടെ 90 കൊടുക്കുമ്പം 150 മൈനസ് 2i ഉണ്ട്. അപ്പം മൈനസ് 2i കളയാൻ വേണ്ടി ഒരു 2i കൂടുതൽ വേണം. അപ്പം ആ രണ്ട് ആംഗിളിൻ്റെ വാല്യൂടെ കൂട്ടുമ്പോൾ 2i വേണം. അതിന് രണ്ടിനും ഐ എന്ന് കൊടുക്കാം, അല്ലെ ഒരെണ്ണത്തിന് ഐ എന്നും ഒരെണ്ണത്തിന് ആർ എന്നും കൊടുക്കാം. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷനായി ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ഇൻ സെയിം പ്ലെയിൻ. മനസ്സിലായോ? പടം വരച്ചത് എഴുതണം. നന്ദു വളരെ ശ്രദ്ധിച്ചാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ചോദ്യം വേറെ ചോദ്യം പഠിക്കാനുള്ളൂ. ഈ ഉത്തരം
വൃത്തിയായിട്ട് വരച്ച് എഴുതി ഗ്രൂപ്പിലേക്ക് പെട്ടെന്നിട്ടേ.